സംസ്ഥാന മന്ത്രിസഭയിലേക്ക് പുതിയ 2 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് പുതിയ മന്ത്രിമാർ. സർക്കാർ രാജ്ഭവൻ പൂര് തെരുവിലെത്തിയ ശേഷവും ഗവർണറും മുഖ്യമന്ത്രിയും മുഖാമുഖം എത്തുമ്പോൾ എന്ത് സംഭവിക്കും? കാരണം SFIക്കാർ കരിങ്കൊടി പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും. സർക്കാർ അയച്ച ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണർ, രാഷ്ട്രീയ താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന ചാൻസലർ, ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സർക്കാരും CPM-ഉം SFIയും ചാർജ് ഷീറ്റ് നിരത്തി പോരിലാണ്. വിമർശനങ്ങളും കരിങ്കൊടി പ്രതിഷേധവും അതിരുവിട്ട് കഴിഞ്ഞു. നേരിടാനിറങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിയെ നിരന്തരം കടന്നാക്രമിക്കുന്നു. തെരുവിലിറങ്ങി SFIയെ ഗവർണർ വെല്ലുവിളിച്ചു, നേരിട്ടു. ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാർ രാഷ്ട്രപതിക്ക് പരാതിയും അയച്ചതോടെ ബന്ധം സംഘർഷഭരിതമാണ്. ഈ അവസരത്തിലാണ് 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് രാജ്ഭവനിൽ നടക്കുന്നത്. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണർ ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെന്നാണ് സർക്കാരിന്റെ കുറ്റപത്രം. എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഗവർണർ ഒരു പ്രതിസന്ധിയും സൃഷ്ടിച്ചില്ല. ഭരണഘടനാ ബാധ്യത നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് രാജ്ഭവൻ നിസ്സംശയം പറഞ്ഞു. സത്യപ്രതിജ്ഞാ നിർവഹണം ഗവർണറുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളിലെ പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് സർക്കാരും പാർട്ടിയും. അതിനാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ ഗവർണറെ SFI വഴിനീളെ കരിങ്കൊടി കാട്ടി. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ശേഷം നടക്കുന്ന ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും ഗവർണറും മുഖാമുഖമെത്തും. പരസ്പരം മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും രാഷ്ട്രീയ ചർച്ചയാകും. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും. അനിഷ്ടങ്ങൾ അതിരുവിടുമോ എന്നതും ആകാംക്ഷയാണ്. വൈകിട്ട് 4-ന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ 2 നിയുക്ത മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ 1000-ഓളം പേർ പങ്കെടുക്കുന്ന പന്തലിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി KB ഗണേഷ് കുമാറിന് മുഖ്യമന്ത്രി നൽകുമോ എന്നതും ആകാംക്ഷയാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖം, മ്യൂസിയം വകുപ്പുകൾ ലഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുംബൈക്ക് പോകുന്ന ഗവർണറെ കരിങ്കൊടി കാണിച്ച് യാത്രയയക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.